ഹമാസ് വെടിനിർത്തൽ കരാർ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു ഇസ്രയേൽ ഗാസയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചത്. ഗസയിൽ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് നടത്തിയത്. ഹമാസ് നേതാവ്, ഒരു മന്ത്രി, ഗാസ മുനമ്പിലെ ആഭ്യന്തര സുരക്ഷാ സേനയുടെ ഡയറക്ടർ ജനറൽ എന്നിവരുൾപ്പെടെ 400 പേർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇസ്രയേലി ആക്രമണം ഗാസയിലെ ആശുപത്രികൾ നിറഞ്ഞുകവിയാൻ കാരണമാകുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആളുകൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. ഗാസ മുനമ്പ് പലസ്തീനിലെ ഹമാസ് സംഘടനയുടെ നിയന്ത്രണത്തിലാണ്. ഇവിടെ ഭരിക്കുന്നത് ഹമാസാണ്. ഹമാസും അയൽരാജ്യമായ ഇസ്രയേലും തമ്മിൽ വളരെ കാലമായി സംഘർഷം നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. 2023 ഒക്ടോബർ 7 പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നത്. 15 മാസത്തോളമാണ് ഇസ്രയേൽ സൈന്യം ഗാസയിൽ പ്രവേശിച്ച് യുദ്ധം നടത്തിയത്. ഇതിനെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടമെന്നോണം 2025 ജനുവരിയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധം താൽക്കാലികമായി നിർത്തിവെച്ചു. ഗാസയിലെ ജനങ്ങൾക്ക് അല്പം ആശ്വാസം നൽകുന്ന തീരുമാനമായിരുന്നു ഇത്. എന്നിരുന്നാലും എപ്പോൾ വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന ഭയം അപ്പോഴുമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത്. ഗാസയിലെ 12 സ്ഥലങ്ങളിലായിട്ടാണ് ഇസ്രയേൽ വ്യോമസേന വിമാനങ്ങൾ ബോംബിട്ടത്. ഗാസയിലെ ദേർ അൽ ബാല, ഖാൻ യൂനിസ്, റഫ, പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. ഇതിൽ നിരവധി പേർ മരിച്ചു. ജനവാസ മേഖലകളിൽ ആക്രമണങ്ങൾ നടന്നതിനാൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്ന സാധാരണക്കാർ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതിനിടെ മറ്റൊരു പ്രധാന വിവരം പുറത്തുവന്നിരിക്കുന്നു. അതായത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പ്രധാന ഹമാസ് നേതാക്കളും കൊല്ലപ്പെട്ടു. അതനുസരിച്ച് ഗാസയിൽ പ്രവർത്തിക്കുന്ന ഹമാസ് സംഘടനയുടെ നേതാവ് ഇസ്ലാം അൽ താലിസ്, ആഭ്യന്തര മന്ത്രാലയ മേധാവി മഹ്മൂദ് അംബു വത്ഫ, ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഡയറക്ടർ ജനറൽ ബജാദ് അബു സുൽത്താൻ എന്നിവർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇത് ഹമാസ് സംഘടനയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗാസയിൽ അധിനിവേശം നടത്തിയ ഇസ്രയേലി സയനിസ്റ്റ് വ്യോമസേന നടത്തിയ ആക്രമണത്തിലാണ് നേതാക്കൾ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് ഗാസയിലെ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ചികിത്സ നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരന്തരീക്ഷം അവിടെയില്ല. ആശുപത്രിയിൽ സ്ഥലപരിമിതിയുണ്ട്. മരുന്നുകളുടെയും ടാബ്ലറ്റുകളുടെയും ക്ഷാമം രൂക്ഷമാണ്. ഇതുമൂലം മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് അധികൃതർ പറയുന്നത്. നെതന്യാഹുവിന്റെ അതൃപ്തി കാരണമാണ് ആക്രമണമുണ്ടായതെന്ന് ഇസ്രയേൽ അധികൃതർ അറിയിച്ചു. ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ ഹമാസ് മടി കാണിക്കുന്നത് തുടരുകയാണ്. ഈ വിഷയത്തിൽ US പ്രസിഡന്റിന്റെ അംബാസഡറുടെയും മറ്റു മധ്യസ്ഥരുടെയും ഉപദേശം അവഗണിക്കുന്നതും അവർ തുടർന്നു. അതനുസരിച്ച് ഞങ്ങൾ ഗാസയിൽ ആക്രമണം ആരംഭിച്ചു. ഈ നിമിഷം മുതൽ ഹമാസിനെതിരായ സൈനിക ശക്തി ക്രമേണ വർദ്ധിപ്പിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കഴിഞ്ഞ ജനുവരിയിലാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഒപ്പിട്ടത്. വെടിനിർത്തൽ കരാർ അനുസരിച്ച് ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കണം. അതുപോലെ ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കപ്പെട്ടവരെ ഹമാസ് മോചിപ്പിച്ചതായും പറയപ്പെടുന്നു. രാജ്യം സ്വതന്ത്രമാക്കപ്പെടണം. ഇസ്രായേലി ബന്ദിയാക്കപ്പെടുന്ന ഓരോ ഇസ്രയേലിക്കും 30 പലസ്തീൻ തടവുകാരെ ഇസ്രയേലി ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. ഈ നിബന്ധന കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ ഹമാസ് ഇപ്പോഴും 59 ഇസ്രയേലികളെ ബന്ദികളാക്കി വച്ചിരിക്കുന്നു. അവരെ വിട്ടയക്കാൻ ഹമാസ് വിസമ്മതിക്കുന്നു. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ട ശേഷിക്കുന്ന എല്ലാവരെയും ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ സങ്കൽപ്പിക്കാനാവാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഹമാസ് അത് ചെവിക്കൊണ്ടില്ല. ഇതിനിടെ ഇസ്രായേൽ വീണ്ടും ഗാസയിൽ പ്രവേശിച്ച് വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.